ഇത് കണ്ടോ, മൊസന്ത. ഇത് ഞാനൊരു ചട്ടിയിൽ നിന്ന് മാറ്റി പിടിപ്പിക്കാമെന്ന് പറഞ്ഞ് വലിച്ചെടുത്തതാണ്. പക്ഷെ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ചീഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറച്ച് ഭാഗത്തേക്ക് ചെറിയ ചെറിയ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വേറൊരു പോട്ടിലേക്ക് ആക്കാമെന്ന്. ആദ്യം വെച്ചത് ഏതിലെന്ന് അറിയാമോ? കോൺക്രീറ്റ് ചട്ടിയിലാണ് വെച്ചിരുന്നത്. അതാകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയാണ്. ഇതിനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കണ്ടോ, ഇത് അത്യാവശ്യം സൈസൊക്കെ വന്ന ഒരു പ്ലാന്റാണ്. ഇത് ചുമന്ന മൊസന്തയാണ്. അപ്പോൾ ഇത് ഇനി ചെറിയ ചട്ടിയിൽ വെച്ച് വീണ്ടും വീണ്ടും നമ്മൾ മാറ്റിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം വലിയ ചട്ടിയിലാണ്. വലിയ ചട്ടിയിൽ വെച്ചപ്പോഴത്തേക്കും ഉള്ളിലേക്ക് വേറെ ഇറങ്ങിയില്ല. അതാണ് ഇതിങ്ങനെ ആയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് കുറച്ചും കൂടെ ചെറിയ പോട്ടിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് കരിയില ഇടുന്നു. അതായത് കരിയില ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഇത് ചട്ടിക്ക് നമുക്ക് ഫുള്ളായിട്ട് മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ വെയിറ്റ് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. മാറ്റി എങ്ങോട്ടെങ്കിലും ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ ഓരോ ചട്ടിയിലുള്ള ചെടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പോലും പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ആദ്യം കുറച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മണൽ, ചാണകപ്പൊടി, ചകിരിച്ചോറ് എല്ലാം കൂടി ഇട്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ചാണ് ആദ്യം ഇടുന്നത്. ഇത് വെച്ചാൽ കാണാൻ പറ്റുമോ? ഇത് കുറച്ച് ഫില്ലായിട്ടുള്ളൂ. കണ്ടോ, വീണ്ടും ഇതിലേക്ക് അത് ഇടുന്നതെന്ന് വെച്ചാൽ ഫുള്ള് നമ്മൾ കരിയില വെച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ഇത് താഴ്ന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ വേര് വീണ്ടും ഇല്ലാതായിപ്പോവും. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് മണ്ണ് കൂടെ ഇടുക. എന്നിട്ട് അടുത്ത് വീണ്ടും കരിയില ഇടുക. എന്നിട്ട് അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് വീണ്ടും വാരിയിടുകയാണ് കേട്ടോ. ഇത് താഴേക്ക് ഇരിക്കും, എന്നാലേ പറ്റത്തുള്ളൂ. കാണിച്ചു തരണം. ഇതിലേക്ക് ഇറക്കി വയ്ക്കണം. ആഹാ, ഇതിൻ്റെ വേര് കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇപ്പം എന്ത് ചെയ്യും? വേര് കൊള്ളത്തില്ല കേട്ടോ. എന്ത് ചെയ്യുന്നു? അതാണ് വലിയ ചട്ടിയിൽ വെച്ചത്. ഒന്ന് വളച്ചൊടിക്കുകയാണ്. നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ പിടിപ്പിക്കുന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ വേര് പൊട്ടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മളിതിൻ്റെ തൈ പിടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കൊമ്പെടുത്തിട്ട്, അപ്പോൾ അങ്ങനെ പിടിപ്പിക്കുന്ന ചെടികൾക്ക് ഇവിടെ ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഈ ചട്ടിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ നിൽക്കാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതാ ഇപ്പോൾ താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ മണ്ണിടുകയാണ് കേട്ടോ. താഴ്ന്ന് പോകാനും പാടില്ല. താഴ്ന്ന് പോയാലും ചീത്തയായി പോവും. ഇത് കറക്റ്റായിരിക്കുമെന്ന് കാണിക്കാൻ ഒക്കെ കാണില്ല. ഇങ്ങനെ വയ്ക്കാം. നിങ്ങൾക്ക് ശരിയായ രീതിയിലൊന്നും ഞാൻ ചെയ്യുന്ന വർക്ക് കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഒരു സ്റ്റാൻഡ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാം ഇപ്പോൾ പറ്റത്തില്ല. ഇതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് മൊസന്ത. എനിക്ക് ഈ മൊസന്തയുടെ പിങ്ക്, വൈറ്റ്, പിന്നെ റെഡ്, ഈ മൂന്ന് ഐറ്റം തന്നെ തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് വൈറ്റും റെഡും നല്ല ഇഷ്ടം. പിങ്കും ഇഷ്ടമാണ്, എങ്കിൽ വൈറ്റ് റെഡും നല്ല ഇഷ്ടമാണ് കേട്ടോ.
റെഡ് നിറയെ പൂ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഇതിൻ്റെ ഇല തന്നെയാണ്. മറ്റേ ഇതുണ്ടല്ലോ ആന്തോറിയത്തിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് അതിൻ്റെ ലീഫാണ്. അപ്പം അതേപോലെ തന്നെയാണ് മൊസംബി. ഈ ഫ്ലവർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലീഫാണ്. അപ്പോൾ അത് ഒരു കൊമ്പിൽ വരുമ്പോഴത്തേക്ക് അവസാനമായിട്ട് വരുന്നതാണ് അതിൻ്റെ ഫ്ലവറായിട്ട് കാണുന്നത്. അത് പക്ഷെ അതൊരു ലീഫ് തന്നെയാണ്. കണ്ടോ, എന്നാലും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ചീഞ്ഞ ഇതിനെയൊക്കെ എടുത്ത് കളയാം. ഇനി ഒന്നേന്ന് പിടിപ്പിക്കണം. അപ്പോൾ ഒന്നേന്ന് പിടിപ്പിക്കുന്നുണ്ട് ഇതിന് പുതിയ വേരാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു കുറച്ച് ദിവസം തണലിൽ വെക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ ചീത്തയായി. കുറച്ച് കരി ഞാനിവിടെ എടുത്തിട്ട് വരട്ടെ. കാണുന്നുണ്ടോ, ഇതാണ് കരി. കരി ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൽ കള വരത്തില്ല അധികം. പിന്നെ അത് പോയിട്ട് കൃമികളുടെ ശല്യം വലുതായിട്ടും ഉണ്ടാകത്തില്ല. പിന്നെ റൂട്ട് നല്ല രീതിയിൽ ഇതിൽ പിടിക്കും. ഈ കരി എന്ന് പറയുന്ന സാധനത്തിൽ ഓർക്കിഡിൽ അതാണ് ഈ കരിക്കട്ടകൾ ഉപയോഗിക്കുന്നത്. റൂട്ട് നല്ല രീതിയിൽ വരണമെങ്കിൽ കരി ഇട്ട് തന്നെ പിടിപ്പിക്കും. പിന്നെ നല്ല വൃത്തിക്കിരിക്കും. നമ്മൾ പെബിൾസൊക്കെ ഇടുന്നതിന് പകരം ഈ കരി അതൊരു ഭംഗിയായിരിക്കും, മനസ്സിലായോ? അപ്പോൾ കണ്ടോ, കരിയിട്ടപ്പോൾ കണ്ടോ, അതിന് എൻ്റേതായ ഒരു വ്യത്യാസമാണ്. പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കണം, അതൊക്കെ ഒന്ന് പിന്നെ ചെയ്യണം. അപ്പോൾ നോക്കിയ ഒരു ബോൺസായി, ഞാൻ ബോൺസായി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇത്രയും വലിയ പ്ലാന്റിനെ കട്ട് ചെയ്തത്. ഇതിന് ഉണങ്ങി പോവുകയാണെങ്കിൽ തേങ്ങി എന്ന് പറയാനേ പറ്റും. ഉണങ്ങില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാര്യം ഈ മൊസന്ത വന്നിട്ട് ഞാൻ 3 or 4 എടുത്ത് പ്ലേസ് ചെയ്താണ് ഈ രൂപത്തിലായത്. അപ്പോൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ഒരു ചെറിയ തൈയായിരുന്നു, അതാണ് ഇത്ര മേലായത്. ഇത് ഏകദേശം 4-5 വർഷത്തെ പഴക്കമുണ്ട്, 4.5 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിനെ കളയാതെ സൂക്ഷിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് ബോൺസായി ആക്കി എടുക്കാം. ഇതിൽ കൂടെ പിടിച്ച് വരുമ്പോഴത്തേക്ക് അഥവാ ഇത് പിടിച്ചില്ലെങ്കിൽ ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതിൽ ഓർക്കിഡെങ്കിലും പിടിപ്പിച്ചെടുക്കാം കേട്ടോ, അഥവാ രക്ഷപ്പെട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഒരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.